അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു സഹോദരി ഒളിച്ചോടുന്ന സമയത്ത് സഹിക്കാൻ വഴിയാതെ ഉസ്താദിനൊരു മെസ്സേജ് അയച്ചുകൊണ്ടാണ് അവൾ ഒളിച്ചോടാൻ തീരുമാനിക്കുന്നത്. ആ സഹോദരി പറയുന്ന ആ മെസ്സേജിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, വലിയ പാഠമുണ്ട്, അപകടമാണ് നമ്മുടെ ജീവിതം. ആ സഹോദരി പറയുന്നത്, ഉസ്താദെ, ഹൃദയം പൊട്ടിയാണ് ഞാനിത് എഴുതുന്നത്. ഞാൻ എൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് മറ്റൊരാളെ കൂടെ ഓടിപ്പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഈ തീരുമാനത്തിനിടയിലാണ് ഈ ഒരു മെസ്സേജ് ഈ സഹോദരി അയക്കുന്നത്. എത്രയൊക്കെ അണിഞ്ഞൊരുങ്ങി സുഗന്ധം പൂശി ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുക്കൽ ചെന്നാലും ഒരു മയ്യത്തിൻ്റെ പരിഗണന പോലും എനിക്ക് തരാറില്ല. അയാൾ കല്യാണം കഴിച്ചിരിക്കുന്നത് മൊബൈലിനെയാണ്. എപ്പോഴും ആ മൊബൈൽ അയാളെ കയ്യിലുണ്ടാകും. ഇന്ന് വരെ അദ്ദേഹം എന്നോട്, നീ ഭക്ഷണം കഴിച്ചോ, എൻ്റെ മുഖത്ത് നോക്കി അയാൾ ചോദിച്ചിട്ടില്ല. അസുഖം വന്ന് വേദന കൊണ്ട് പിടഞ്ഞു കിടക്കുമ്പോഴും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അയാൾക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ട് ഇരുന്നിട്ടും അടുക്കളയിൽ ഒരു വേലക്കാരിയെപ്പോലെ മാത്രമാണ് അയാൾ എന്നെ കണ്ടത്. അയാൾക്ക് വല്ലാത്ത ആഗ്രഹം തോന്നിയാൽ വേറെ പെണ്ണുങ്ങൾ ഒന്നും കിട്ടിയില്ല എങ്കിൽ മാത്രം എൻ്റെ അടുക്കൽ വരും. ഒരു ശവം പോലെ കിടന്നു കൊടുക്കും. അയാളുടെ ആഗ്രഹം മാത്രം പൂർത്തീകരിച്ചു അയാൾ എഴുന്നേറ്റ് പോകും. ഇതിനിടയിൽ പലപ്പോഴും ആത്മഹത്യ ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. അള്ളാഹുവിനെ ഭയന്ന് മാത്രം ഞാൻ പിടിച്ചു നിന്നത്. പക്ഷേ മറ്റൊരാൾ എന്നിലേക്ക് സ്നേഹം നൽകിക്കൊണ്ട് വന്നപ്പോൾ, എൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ഞാൻ തനിച്ചല്ല എന്നൊരു തോന്നൽ. ഞാൻ പോകും ഉസ്താദേ, ഈ നശിച്ച ജീവിതം എനിക്ക് വേണ്ട. എനിക്ക് പൊരുത്തി കിട്ടാൻ നിങ്ങൾ ദുആ ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു മെസ്സേജ് വലിയ അപകടമാണ്. എല്ലാ ഭർത്താക്കന്മാർക്കും ഒരു പാഠമാണ്. നമ്മുടെ ലൈഫിൽ ഭർത്താവ് ഇരിക്കെ അന്യവൻ്റെ കൂടെ ഒളിച്ചോടി, മറ്റവൻ്റെ കൂടെ ഒളിച്ചോടി പലനിരക്ക് പറയാനും അതിനെ വാർത്ത പ്രസിദ്ധീകരിക്കാനും അതിനെ കൊട്ടിഘോഷിക്കാനും വലിയ എളുപ്പമാണ്. നല്ല സാമ്പത്തിക കഴിവുള്ള ഭർത്താവാണ്, നല്ല ശാരീരിക കഴിവുള്ള ഭർത്താവാണ്, മക്കളുണ്ട്, നല്ല സൗന്ദര്യമുള്ള ഭർത്താവാണ്, ഒന്നിനും ഒരു കുറവില്ല. എന്തിനിവൾ ഒളിച്ചോടണം? അവൾക്ക് എന്തിൻ്റെ കമ്മിയാണ്? പല നിലയ്ക്ക് കമൻ്റ് ചെയ്യുന്നവരെ, തീർച്ചയായും അതിൻ്റെ പിന്നിൽ വലിയ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദാമ്പത്യ ജീവിതം എന്താണെന്ന്, ഭാര്യയോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അറിയാത്തവർ നിക്കാഹ് കഴിക്കരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാമ്പത്യ ജീവിതം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ഓരോരുത്തരും പഠിച്ചിരിക്കലും അറിഞ്ഞിരിക്കലും നിർബന്ധമാണ്. അത് പഠിക്കാതെ അതറിയാതെ വിവാഹം കഴിച്ചാൽ തീർച്ചയായും ഒരു ദിവസം നിങ്ങളുടെ ഭാര്യയും നിങ്ങളെ ഒഴിവാക്കി ഒളിച്ചോടുമെന്നതിൽ സംശയമില്ല. അവൾക്ക് നൽകേണ്ടത് നിങ്ങൾക്കുള്ള പ്രത്യേകമായ പരിഗണനയും സ്നേഹവും തലോടലും കിട്ടുന്നില്ല എങ്കിൽ കിട്ടുന്നിടത്തേക്ക് അവൾ പോയിരിക്കും. പിന്നെ എൻ്റെ ഭാര്യ പോയി, ഞാൻ ഒരുപാട് ചെലവിന് നൽകി, ഞാൻ അവളെ പൊന്നുപോലെ നോക്കിയെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഈ ഭാര്യ പറയുന്നത് വളരെ കൃത്യമാണ്. ഞാൻ അള്ളാഹുവിനെ പേടിച്ചിട്ടാണ് ഈ ആത്മഹത്യ ചെയ്യാതിരുന്നത്, ഇല്ലെങ്കിൽ എപ്പോഴേ ആത്മഹത്യ ചെയ്തേനെന്ന് പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയോട് പറയാനുള്ളത്, നീ ഒളിച്ചോടുന്ന ഈ തീരുമാനം അബദ്ധം തന്നെയാണ്. കാരണം നീ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ആത്മഹത്യ ചെയ്യാതിരുന്നത് പോലെ അള്ളാഹുവിനെ പേടിച്ച് തന്നെ ഭർത്താവിനെ ഒഴിവാക്കാതെ പോകാതിരിക്കണം. മറ്റൊരു വിവാഹം കഴിക്കണമെങ്കിൽ പരിശുദ്ധ ഇസ്ലാമിൽ ഒരുപാട് നിയമവ്യവസ്ഥകളുണ്ട്. ത്വലാഖ് ചെല്ലേണ്ടതുണ്ട്, ഇദ്ദ കഴിയേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് മറ്റൊരാൾ കൂടെ ഇതിലേക്ക് പോകാനും താമസിക്കാനും അവസരം ഉണ്ടാവുകയുള്ളൂ. അതല്ലാത്ത രീതി നീ സ്വീകരിക്കുകയാണെങ്കിൽ അതിന് വ്യഭിചാരം എന്നാണ് പറയുന്നത്. അതും അള്ളാഹുവിനെ പേടിച്ച് ചെയ്യാതിരിക്കലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയെ
നിനക്ക് ഏറ്റവും ഉചിതം. അങ്ങനെ നീ ചെയ്യുകയാണെങ്കിൽ നിനക്ക് ആസിയ ബീബിൻ്റെ പ്രതിഫലം അള്ളാഹു ഒരുക്കി വെക്കും നാളെ സ്വർഗത്തിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സങ്കടമുണ്ട്. ഈ ഭാര്യ, ഈ പെൺകുട്ടി പറയുന്നത് സങ്കടമാണ്. കാരണം ഒരു പരിഗണന വീട്ടിൽ നൽകാതെ തീർച്ചയായും ഈ രീതിയിലാണ് എൻ്റെ പ്രിയപ്പെട്ടവർ ദാമ്പത്യ ജീവിതം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഭാര്യമാരിൽ എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറിയ, അവരോട് കൂടെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പെരുമാറ്റ രീതികൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. നമുക്ക് ഒരു ഭാര്യയെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എത്ര ഭാര്യമാരാണ്? ഒരു ഭാര്യമാർക്ക് പോലും ഹബീബിനെ കുറിച്ച് ഒരു കംപ്ലൈൻ്റ് ഇല്ലല്ലോ, ഹബീബിനെ കുറിച്ച് ഒരു പരാതിയില്ലല്ലോ. നമുക്ക് ഒരു ഭാര്യയെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം എത്ര ശൂന്യന്മാരാണെന്ന് നോക്കണം. കച്ചവടം ശരിയാണ്, ബിസിനസ് ശരിയാണ്, ഒരുപാട് തിരക്കുകളൊക്കെ ശരിയാണ്. എന്നാൽ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കുള്ള ഭാര്യയെ വിളിക്കാനും അവരോട് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ ആരായാനും സമയം കണ്ടെത്തണം. ശാരീരിക ബന്ധപ്പെടൽ മാത്രമല്ല, പ്രിയപ്പെട്ട സഹോദരിമാർ മനസ്സിലാക്കണം. നിങ്ങൾ ധരിക്കുന്ന ഡ്രസ്സിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്നവർ, നിങ്ങളുണ്ടാക്കിയ ഭക്ഷണത്തെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുന്ന സഹോദരന്മാർ പല വിധത്തിൽ നിങ്ങൾ അരികിൽ വരും. ആ വരുന്നവർക്കും നിങ്ങളുടെ ഭക്ഷണത്തിനോടോ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തിനോടോ ഒരിക്കലും മുഹബ്ബത്തല്ല. നിൻ്റെ ആ മനോഹരമായ ശരീരം കാണുമ്പോൾ അതൊന്ന് സുഖിക്കണമെന്നുള്ള ഒരു ആഗ്രഹം അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒളിച്ചു കിടക്കുന്നുണ്ട്. അത് സാധൂകരിക്കാൻ വേണ്ടിയുള്ള അവൻ്റെ പ്രത്യേക തരത്തിലുള്ള ഒരു പെരുമാറ്റം രീതിയാണ് അവനവിടെ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അവനിക്ക് നീ വേണം. നിൻ്റെ സൗന്ദര്യവും നിൻ്റെ പണവും മാത്രമേ അവനിക്കുള്ളൂ. അതല്ലാതെ ഒരു ഭാര്യ, ഒരു ഭർത്താവ് ഇരിക്കലോടു കൂടി തീർച്ചയായും ഒരു മാന്യനായ പുരുഷൻ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല. കടന്നു വന്നാൽ തന്നെ നിനക്ക് നിൻ്റെ ഭാര്യവുമായി ഭർത്താവുമായിട്ട് അകൽച്ചുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അതിനിടയിൽ ഒരു സുൽഹുണ്ടാക്കി നിങ്ങൾക്കിടയിലുള്ള സ്നേഹം വർദ്ധിപ്പിക്കാൻ വേണ്ടിയേ നോക്കുള്ളൂ. അതല്ലാതെ അവനും ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ അതിൽ വല്ലാത്ത ഒരു ചതിയുണ്ട് എന്ന് മനസ്സിലാക്കൽ വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം നീ അത് മനസ്സിലാക്കില്ല എങ്കിൽ ഭാവിയിൽ അവനെ കൂടെ ഒളിച്ചോടിപ്പോയപ്പോൾ നിൻ്റെ മനസ്സിൽ തോന്നും, എനിക്ക് പഴയ ഭർത്താവ് തന്നെ ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇവനേക്കാൾ എത്രയോ പരിഗണന അയാളെന്ന് കിട്ടിയിരുന്നു, ഇവനാണെങ്കിലോ എന്നെ ഉപയോഗിക്കുകയാണ് എന്ന് നീ തിരിച്ചറിയും. അതുകൊണ്ട് നിൻ്റെ ഈ തീർമാനം വലിയ നല്ല തീർമാനമല്ല. അത് നിൻ്റെ ശരീരത്തിൻ്റെ സുഖം കിട്ടുന്നതുവരെ ഉണ്ടാകും. അത് കിട്ടിക്കഴിഞ്ഞാൽ ഭർത്താവിനേക്കാൾ അപ്പുറത്തിലായിരിക്കും നിൻ്റെ ജീവിതം. കാരണം ഒരു ഭാര്യ ആയിരിക്കെ, മക്കളുണ്ടായിരിക്കെ ഒരിക്കലും അവൻ നിൻ്റെ ജീവിതത്തിലേക്ക് ഒരു മാന്യനായ പുരുഷൻ, ഒരു ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു പുരുഷൻ, ജീവിതത്തെ മറ്റുള്ളവരുടെ ലൈഫ് നന്നായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും കടന്നു വരില്ല. അത് അബദ്ധമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കാത്ത കാലത്തോളം വിവാഹം കഴിക്കരുത്. നിങ്ങൾക്കതിന് അർഹതയില്ല. ഹബീബിൻ്റെ ജീവിതം പഠിക്കാതെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 60-ാം വയസ്സിൽ പോലും ഫാത്തിമ ആയിഷ ബീവിയുടെ ചുണ്ടിലേക്ക് പാള് വെച്ച് കൊടുത്തിരുന്നു എന്നാണ് ഹദീസൊക്കെ കാണാൻ സാധിക്കുന്നത്. പ്രായം കൂടിയപ്പോൾ ഒഴിവാക്കാനുള്ളതാണ്. പ്രായം കൂടിയാലും കൂടെ ചേർക്കണം. പ്രായം കൂടുന്തോർ സ്നേഹം കൂടി വരണം. അവൾ ചെയ്ത ഖിദ്മത്തിനെ കുറിച്ച് ഓർത്ത് അവളെ വീണ്ടും വീണ്ടും സ്നേഹിക്കാൻ നിനക്ക് മനസ്സ് വരണം. അത് വരുന്നില്ല എങ്കിൽ അവളെ നിനക്ക് ഭാര്യ നിനക്ക് സ്നേഹിക്കാൻ ഒരു ഇണയായി, ഒരു തുണയായി കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നീ ഒരു ഭർത്താവ് എന്ന് പറയാൻ ഒരു അർഹത പോലും നിനക്കില്ല. പല പുരുഷന്മാർക്കും ദാമ്പത്യ ജീവിതം എന്താണ് ഒന്നും അറിയില്ല. ഒരു വിവാഹം കഴിക്കൽ, ശാരീരിക ബന്ധപ്പെടൽ എങ്ങനെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. സ്നേഹമെന്ന താക്കോൽ കൊണ്ട് ഹൃദയമെന്ന കവാടത്തെ തുറക്കണം. ആ സ്നേഹമെന്ന താക്കോൽ നിൻ്റെ കയ്യിലില്ലെങ്കിൽ നീ വിവാഹം കഴിക്കരുത്. സ്നേഹമെന്ന താക്കോൽ കൊണ്ടായിരിക്കണം അവളുടെ ഹൃദയത്തെ നീ തുറക്കേണ്ടത്. അത് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ പോകാൻ നിൻ്റെ ശാരീരിക സുഖം തീർക്കവര. പുരുഷന്മാരിൽ ഏറ്റവും അശക്തൻ എന്ന് പറയുന്നത്
ഭാര്യ അരികിൽ പോവുക, അവൻ്റെ ശാരീരികം സുഖം തീർക്കുക, പിന്നെ വിരമിക്കുക. അവൻ ഏറ്റവും അശക്തനാണ്. 3 കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ടതാണ്. കാരണം അവളുടെ സുഖം തീർന്നതുപോലെ അവൾക്ക് അവളുടെ ശാരീരിക സുഖം തീർന്നതിന് മുമ്പ് നീ വിരമിക്കുന്നത്, നീ ഏറ്റവും പുരുഷൻ എന്ന് പറയാൻ യോഗ്യനല്ലാത്തവനാണ്. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും എൻ്റെ സഹോദരിയോട് പറയാനുള്ളത്, ഈ തീരുമാനത്തിന് പിന്മാറുക. കാരണം നടക്കാൻ പോകുന്നത് വിചാരമാണ്. ഏതെങ്കിലും ഉസ്താദ് ദുആ ചെയ്തതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും സാധ്യമല്ല. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാകട്ടെ. ഭാര്യയോട് പെരുമാറുന്ന രീതിയെക്കുറിച്ച് പുരുഷന്മാർക്ക് പഠിക്കാനും അതുപോലെ ഭാര്യയോട് പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.